ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വീശി അടിക്കാതെ മാവ് അധിക സമയം കുഴച്ച് ബുദ്ധിമുട്ടാതെ നല്ല ലെയറുകളൊക്കെ ഉള്ള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല, പൊറോട്ട കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ചെറിയൊരു മധുരമൊക്കെ അതിന് ഉണ്ടാവും. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ചേർക്കുക. മൈദയാണ്, വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ കുഴക്കുന്ന രീതിക്ക് തന്നെ കുഴച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് സ്മൂത്ത് ആവുന്നവരെ കുഴയ്ക്കാം. കുറച്ച് ഓയിൽ അധികം വേണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ, നല്ല ലെയറുകളൊക്കെ വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈക്വൽ സൈസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊറോട്ട എല്ലാം ഒരേ രീതിക്കിരിക്കും. അപ്പോൾ ഇനി എനിക്ക് 7 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ടിത് ഞാനൊരു ഓവർനൈറ്റ് വെക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് മൂടി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഒരു കുഴൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും പരത്താം, പക്ഷേ എനിക്കതിനേക്കാട്ടിൽ സിമ്പിളായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ ഷേപ്പൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുപോലെ തന്നെ കീറി പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിഷയമില്ല. വളരെ നൈസായിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ കീറി കൊടുക്കാം. എത്രത്തോളം കീറി കൊടുക്കുന്നോ, നൈസായിട്ട് കീറി കൊടുക്കുന്നോ, അത്രയും ലെയർ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും കാര്യമില്ല. നമ്മളിത് റെഡിയാക്കി വരുമ്പോൾ നല്ല ലെയറുകൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പതുക്കെ എടുക്കാം. എന്നിട്ട് ഇതിനെ റൗണ്ടിൽ ചുറ്റിയെടുക്കാം. ഇതുപോലെ ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ വേറൊരു രീതിക്ക് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ ലെയറുകളൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇനി വേറെ രീതിക്ക് കാണിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക.
മാവ് നല്ല സോഫ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നൈസായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ലെയറുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ കുഴലിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. പതുക്കെ റോൾ ചെയ്യാം, പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലൊരുപാട് ലെയറുകൾ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറെ രീതിക്ക് കാണിക്കാം. ഇനി കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി മടക്കി എടുക്കാം. പതുക്കെ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് ലെയറുകൾ ഇങ്ങനെ വരും. പൊക്കിയെടുത്താൽ മതി. ഇനി ഇതിനെ ഇതുപോലെ റൗണ്ടിൽ മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് 3 രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. ഈ 3 രീതിയും വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ്, നല്ല ലെയറുകൾ കിട്ടുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ പെർഫെക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ ആ രീതി എടുക്കാം. ഏതായാലും നല്ല ലെയറുകളുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ലെയറുകളൊക്കെ ഇപ്പം തന്നെ കാണാം. എന്നിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ലെയറുകളൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരും. നമ്മുടെ ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്ന് അതുപോലെ ചെയ്യാം. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് അധികം വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബോൾ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. ലെയറുകളൊക്കെ ഇപ്പോൾ തന്നെ അതിൽ കാണുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഓയിൽ കുറച്ചധികം വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. മാത്രമല്ല ലെയറുകളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ഓയിൽ അധികം എടുക്കണം. അതിൻ്റെ മുകളിൽ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല ചൂട് വേണം, എങ്കിലേ അതിൻ്റെ ലെയർ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. കൈയൊക്കെ പൊള്ളും, എന്നാലും അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് സമയം ഒന്ന് 2-3-4 പ്രാവശ്യമൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറുകളുള്ള നല്ല സൂപ്പർ പൊറോട്ട നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ വീശി അടിക്കുകയോ കുഴച്ച് ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.